നിനക്ക് നീ ഒരു സുന്ദരിയാണെന്ന് തോന്നുന്നുണ്ടോ യൂസറെ? എനിക്ക് ഞാനാണ് സുന്ദരി. ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരി എൻ്റെ കണ്ണിൽ ഞാനാണ്. ഓക്കെ, അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് ആരേക്കാളും സുന്ദരി ഞാൻ തന്നെയാണ്. മനസ്സിലായ? നിങ്ങൾക്ക് മറുപടി ഇഷ്ടപ്പെട്ടെങ്കിൽ പോയിക്കോ. അത് ഉറക്കക്ഷീണമല്ല, ഞാൻ കണ്ണെഴുതിയിട്ടില്ല, അതുകൊണ്ടാ. മുഹമ്മദ് അൻവർ സത്യമല്ല പറഞ്ഞത്. എന്നോട് ചോദ്യം ചോദിക്കണം വന്നിട്ട്, നിനക്ക് നീ വലിയ സുന്ദരിയാന്ന് തോന്നുന്നുണ്ടോ? ഈ ലോകത്തിൽ എൻ്റെ കണ്ണിൽ ഏറ്റവും സുന്ദരി ഞാനാണ്. ഓന് വീഡിയോ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ് കുറച്ച് ദിവസം. ഓൻ്റെ വീട്ടിൽ പോയിട്ട് ഇടുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഫാമിലീസിനൊക്കെ നിർത്തിട്ട് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ് ആക്കി. ഞാൻ അവിടെ നാട്ടിലുണ്ടല്ലോ. സബൂർ നമ്മൾ ചില ആളുകൾക്ക് മറുപടി കൊടുക്കുന്നത് വേറെ ലെവലിലായിരിക്കണം. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വളവള പറഞ്ഞിട്ടൊന്നല്ല കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു എന്തെങ്കിലും തെറി പറഞ്ഞിട്ട് 4 വീഡിയോ ഇടുക, അതൊന്നല്ല കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ മർമ്മത്ത് കൊടുക്കണം. ഇത് പടമൊന്നുമില്ല, കമ്മിറ്റായിട്ടില്ല, അതന്നെ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ കാണിക്കാം. കുറച്ച് ദിവസം കഴിയട്ടെ. അതല്ല കണ്ണ, ഇത് വേറൊരുത്തൻ കമന്റ് ഇട്ട് മറുപടി കൊടുക്കുക. എന്ത് കാണിക്കാൻ? എന്തൊട്ട് കാണിക്കാൻ? പണി പാലും വെള്ളത്തി അല്ല പിന്നെ. ഇപ്പം നാട്ടിലാണ്. കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം പോകണം. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് സൂമാക്കി വെക്കണം. ഡാവി സോറി, ഒരു വണ്ടിനെ അയക്കട്ടെ. തേൻ കുടിക്കാനാ? തരില്ല. നമുക്ക് ആകെ ഒരു വണ്ടിയേ ഉള്ളൂ. ഞാൻ ആ വണ്ടിന് മാത്രമേ തേൻ കൊടുക്കാറുള്ളൂ. തെറ്റില്ല. അത് ആവശ്യമില്ലാത്തത് പറയല്ലേ. മുകേഷ് സിനിമ കഴിഞ്ഞു. അല്ലാ, എന്തേ അല്ലാന്ന് വിളിക്കണേ? ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാ? മഴ ഇന്നലെ മഴ പെയ്തു. നിറയെ വെള്ളപ്പൊക്കം. മഴയിൽ ഇറങ്ങി. ഞാൻ വേറെ സ്ഥലത്ത് പോയില്ല. ബസ്സിൽ പൊള്ളിയാ വൈബ. ബസ്സിൽ കയറിയിട്ടുണ്ടല്ലോ. മഴയത്ത് യാത്ര ചെയ്യാൻ എൻ്റെ പൊന്നോ, അതൊന്നൊന്നര വൈബാണ് മോനെ. നല്ല മഴയും മഴയുടെ ഇങ്ങനെ ചാറ്റലും ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫുള്ള് വോളിയത്തിലുള്ള പാട്ടും. അത് നല്ല റൊമാൻറ്റിക് സോങ്. രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ മറുപടി എന്താ സ്റ്റോപ്പാക്കി. വന്നിറങ്ങിയപ്പോൾ കുടണ്ടായില്ലയുടെ കയ്യിൽ മഴ കൊണ്ടു. എന്താ കഴിക്കുന്നത് അത് പറയണം. നാട്ടിലാണോ? അതെ. ഗസ്റ്റ് എടുക്കുമോ? എന്തിനാ ശ്രീകുമാർ? എന്തിനാ ഗസ്റ്റ് എടുക്കുന്നത്? മൊബൈൽ റിപ്പയർ ആക്കണ ഞങ്ങളെ ഫാത്തിൻ്റെ ആരുമല്ല, ഫാത്തിൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് ദുബായിൽ ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്. അതുപോലെ പരിചയമുള്ള ഒരാളാണ് ഫാത്തി. ശരിക്കും വായിക്കാൻ അറിയുമ്പോൾ ഒന്ന് നോക്കിയതാണ്. ഓഹോ, എന്തെങ്കിലും ഒരു മാറ്റർ പറയടോ. എനിക്കങ്ങനെ പറയാനുള്ള മാറ്ററൊന്നുമില്ല. ഓക്കെ, ജാസ എവിടെയാ? വീട്ടിൽ. എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു? ആരെ? ശ്രീകുമാറിന് എന്താ പറയാനുള്ളത്? ഗസ്റ്റിൽ എന്താ പറയാനുള്ളത്? ശ്രീകുമാറിന് ഗസ്റ്റിൽ എന്താണ് പറയാനുള്ളത്? എനിക്കിപ്പോൾ ഗസ്റ്റ് എടുത്തിട്ട് എല്ലാവരോടും സംസാരിക്കാനുള്ളൊരു മൂഡില്ല. ഓക്കെ,
എന്താ പറയാന്ന് വെച്ചാൽ കമൻ്റായിട്ട് പറഞ്ഞു, ഞാൻ വായിക്കാം. ആർക്കെ പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. വെറുതെ ഗസ്റ്റിൽ കയറി ഇരുന്നിട്ട് എന്തിനാ? അതിൽ ഭേദം ഫുൾ സ്ക്രീനിൽ എന്നെ ഇങ്ങനെ കണ്ടിരിക്കണമല്ലേ നല്ലത്. വെറുതെ ഗസ്റ്റിൽ അവർ കുറേ കോളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? കിങ് ഓഫ് മൈ വേൾഡ് ദാവിയേ, ചുണ്ട് പൊളി. ഈ ചുണ്ട് ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? കുറേ നേരമായല്ലോ. അല്ല, ഇതുപോലെ ലവ് ഷേപ്പുള്ള ചുണ്ടാർക്കും കിട്ടില്ലടോ. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിങ്ങനെ പൊളി 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 എന്ന് പറയണ്ട. എനിക്കറിയാം നല്ല ഭംഗിയുണ്ട്, എനിക്കറിയാം എൻ്റെ ചുണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, താ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞിരണ്ട. ബാഡ് കമൻറ്റ് വിടും. ഓ കുറേ നേരമായി വള 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 വളച്ചിട്ട്. സുഖമായിരിക്കുന്നു. ഇക്കാക്ക ഗസ്റ്റ് ഇടണ്ട, എടുക്കൂല. വെറുതെ നിങ്ങൾ പറയാനല്ലേ, എടുക്കൂല. ബില്ലു മുത്തേ, ബില്ലു വാ മുത്തേ, നമുക്ക് കളിക്കാം. ബില്ലു വാ, നമുക്ക് കളിക്കാം. നാട്ടിലാണ്. മൂക്കുത്തി ഇഷ്ടം. മൂക്കുത്തി വേറെ എടുക്കണം, പുതിയത്. മൂക്കുത്തി ഉള്ളതൊക്കെ ഇട്ടിട്ടിട്ടിട്ട് ഇത് ഒരു നോസ്പിന്നാണ്. ഇത് വൈറ്റ് സ്റ്റോൺ ആണ്, ഡയമണ്ട് ആണ് ഈ സാധനം. പക്ഷെ ഇത് മൂക്കിലിടുമ്പോൾ ചെറുതായിട്ട് കാണും, ചെറുതായിട്ട്. ഈ ബ്ലാക്ക് ഞാൻ പിന്നെ ബ്ലാക്ക് സാരിയൊക്കെ കൊടുക്കുമ്പോൾ, ബ്ലാക്ക് ചുരിദാറൊക്കെ ഇടുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അവിടുന്ന് വാങ്ങിയതാണ്. അന്നൊക്കെ ഗോൾഡിൻ്റെ റേറ്റ് ഭയങ്കര കുറവാണ്, ചെറിയ പൈസക്ക് വാങ്ങിയതാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് ഈ ബ്ലാക്ക്. പിന്നെ എൻ്റെ ഉള്ളത് ഒരു ഡയമണ്ടിന് തന്നെ ബ്ലൂ ഫ്ലവർ, അതുണ്ട്. മൂക്കുത്തി എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു സംഭവം മൂക്കുത്തി. ഞാൻ ഏത് ജ്വല്ലറി പോയാലും ഞാൻ ഫസ്റ്റ് മൂക്കുത്തി ഉണ്ടോ നല്ല സെലക്ഷൻ എന്ന് ചോദിച്ചിട്ട് മേടിക്കാറ്. നല്ലത് കണ്ടാൽ മേടിക്കും. സുഖമാണോ? സുഖയില്ലേ? സുഖമാണ്. അപ്പം മൂക്കുത്തി ഞാൻ കുറേ വാങ്ങിയേക്കാറുണ്ട്. ചെമ്മൂസേ, ഇത് കടലല്ലടോ. അപ്പോൾ എന്താ പറയുക, എന്തിനാ തെറി പറഞ്ഞേ? ആരാ തെറി പറഞ്ഞേ? എന്തിനാ തെറി പറഞ്ഞേ? എപ്പോഴാ തെറി പറഞ്ഞേ? മൂക്കുത്തി കൊടുക്കില്ല. ആരാ തെറി പറഞ്ഞേ? ബിഗ് ബോസ് അല്ലത്. ലെവൻ കച്ചറ ടീം, കച്ചറ. എന്നാൽ മൂക്ക് കൊടുക്കുന്നു. ഇല്ല, ഈ മൂക്കിലേ ഞാനില്ല. യൂസറേ ഓയാ കമോ. ജാസിയാ? നീ എന്താടി എന്നെ ജാസിന്ന് വിളിച്ചു തുടങ്ങിയത്? എൻ്റെ പേര് ജാസു എന്നാണ്. ഓക്കെ ചെമ്മു, ഒരു അണ്ണാനായിക്കോട്ടെ. സോറി ജാസു. ഓക്കെ, സോറി ഒന്നും പറയണ്ട, തിരുത്തിയാൽ മതി ജാസു. എനിക്കതാ ഇഷ്ടം. ഇത് ആർമിയാണോ? ഹലോ അല്ലാതെ. ജാസ്മിൻ ടി ഉസ്മാൻ. ക്രിക്കറ്റ് കളിയായിരിക്കൂലേ? നാട്ടിൽ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പല്ല, ചൂടാണ്. ഒരു പൂച്ചക്കുട്ടിയെ കൂടെ വെക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. മാലക്കൊള്ള. താങ്ക് യു. ഇപ്പം നാട്ടിലാണോ? അതെ, നാട്ടിലാണ്. തീർച്ചയായും മറുപടി കൊടുക്കേണ്ടതാണ്. അത്രേ ചെയ്യുന്നുള്ളൂ. അവർ മറുപടിക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ വരുന്നത്. ചോദ്യം ചോദിക്കുന്ന മറുപടിക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമ്മൾ മറുപടി കൊടുക്കണ്ടേ? ബാഡ്സ് ഹായ്.
ലോക്കറ്റ് നൈസ്, താങ്ക് യു. എല്ലാവരും പറയുന്നുണ്ട് നല്ല ലോക്കറ്റാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട്. സുഖല്ലേ? പിന്നെ സുഖമാണ്, സുഖമായി. ആ നീല മുത്ത് പൊളിച്ചു. ലോക്കറ്റാണോ? റഫീഖ് ഹായ്. നാട്ടിലെവിടെയാ? തൃശ്ശൂർ. അണ്ണനല്ല, അണ്ണാൻ എന്ന് പറയും. അണ്ണൻ എന്താ? അണ്ണൻ എന്ന് പറഞ്ഞെന്താ? നീലക്കണ്ണ് ദുബായിലെത്തിയാൽ നമുക്ക് തന്നേക്ക്. നീലക്കണ്ണ് ദുബായിലെത്തി അമ്മക്ക് തരൂല. ഓക്കെ അല്ലേ? ആയോ? അങ്ങനെ തോന്നിയോ ഫാൽക്കൺ? അങ്ങനെ തോന്നി. ആരാ അവിടെ? ജാസു ഒരു ചായ കൊണ്ടുവരും. സത്യം പറഞ്ഞ ഒരു ചായ കുടിക്കണം എന്ന് എനിക്കും മോഹമുണ്ട്. ഞാൻ ഒരു ചായ ഉണ്ടാക്കിയാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിയോ ചായ, ജസ്റ്റ് ചായ നല്ലത് കുടിക്കണം. ഫ്രഷ് മിൽക്ക് ഓർഡർ ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയുക, നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഓർമ്മയിൽ നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ പോയി അല്ലെങ്കിൽ തട്ടുകടയുടെ അവിടെ ഒക്കെ പോയിട്ട് ഞാൻ ഒരു ദിവസം ഒരു ഹോട്ടലിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഫ്രഷ് മിൽക്ക് വേണമെന്ന് പറഞ്ഞു. ആ ഓർമ്മയിൽ പറഞ്ഞതാട്ടാ. നോക്കുമ്പോണ്ട് എനിക്ക് വെറും പാലും വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഷോ അവൻ്റെ കൂടെയുള്ള പിള്ളേർ പറഞ്ഞേ, ഇവിടെ ചായ വേണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ചായ എന്ന് പറയണം, നിങ്ങൾ അവിടുത്തെ പോലെ ഫ്രഷ് മിൽക്ക് എന്നൊന്നും പറഞ്ഞാൽ നീ ഇവിടെ അത് കിട്ടില്ല. എന്നിട്ട് ഞാൻ അയാളോട് സോറി ചേട്ടാ, ഞാൻ അവിടുത്തെ ഓർമ്മയിൽ പറഞ്ഞതാണ്, എനിക്ക് വേണ്ടത് ചായയാണെന്ന് പറഞ്ഞിട്ട് പാവ അത് രണ്ടാമത് ചായ ആക്കി തന്നു. പാലും വെള്ളം താവോ. പിന്നെ പറച്ചിൽ നിർത്തി. പക്ഷെ എന്നാലും പെട്ടെന്ന് നമ്മളറിയാതെ നമ്മുടെ വായന്ന് വീണു പോകും. കിട്ടില്ലടാ, പൂച്ചന് കിട്ടിയില്ല. അറിയാതെ നമ്മളിങ്ങനെ പറയും. ഇപ്പോൾ ഒരു വട്ടം 2 വട്ടമൊക്കെ ഓർത്തതിന് ശേഷം പറയുള്ളൂ. അപ്പം പിന്നെ അയ്യോ ഞാൻ നാട്ടിലാണല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നാട്ടിൽ മഴ ഉണ്ടാവും? നാട്ടിലിപ്പോൾ മഴ ഇല്ല, മഴ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ നല്ല മഴ പെയ്തു. കുടമില്ല. ഞാൻ വിചാരിച്ചു പിന്നെ ഒരു കുട വാങ്ങിയാലോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഉറുമ്പ് എനിക്കിഷ്ടമല്ല. നീ മാരീഡാണ്? ഒരു പ്രാവശ്യം കെട്ടിയതാ. ഞാൻ 24 വർഷമായി നാട്ടിൽ പോയാൽ ഇങ്ങനെയൊന്നും പറയില്ല. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ അവിടെ സ്ഥിരമായിട്ട് പറഞ്ഞിട്ട് അത് ശീലമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാ. അല്ലാതെ മനഃപൂർവ്വം ഒരാൾ പറയില്ലല്ലോ. ടിക്ടോക്ക് നാട്ടിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ടിക്ടോക്ക് ഒരു ഫോണിൽ നമ്മുടെ അവിടുത്തെ സിമ്മ്, ദുബായിലെ സിമ്മ്, പിന്നെ ഫ്ലൈറ്റ് മോഡാണ്, പിന്നെ വൈഫൈ വേണം, പിന്നെന്താ നെക്സ്റ്റ് എന്താ? VPN ഇല്ലാതെ ഓണാക്കാൻ പറ്റത്തില്ല. വൈഫൈ ഇല്ലാതെ കിട്ടത്തില്ല. നമ്മളിവിടുത്തെ നെറ്റ്വർക്ക് കയറി കഴിഞ്ഞാൽ തീരെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റ് മോഡാക്കിയിട്ട് അവിടുത്തെ സിം ഇടുക. ഒരു കാരണവശാലും നമ്മളിവിടെ നെറ്റ് ഓൺ ആക്കില്ലേ, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിക്ടോക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ അവിടുത്തെ ഫോണിൽ ആ സിമ്മ് അനക്കാതെ വെച്ചിരിക്കുക. അത് ഊരാൻ പാടില്ല, സിം ഊരാൻ പാടില്ല. ഓക്കെ.